കേരളീയത്തിന്റെ സ്പോൺസർമാരിൽ കരിമണൽ കർത്തായും ഇടം പിടിച്ചെന്ന് സൂചന. വീണ വിജയന് മാസപ്പടി നൽകിയ കർത്തായുടെ CMRL കമ്പനി കേരളീയത്തിനും സ്പോൺസർഷിപ്പ് നൽകിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേരളീയം പരിപാടിയിൽ വീണ വിജയൻ നിറസാന്നിധ്യമായിരുന്നു. സ്പോൺസർമാരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടാത്തത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലും. കേരളീയം പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കകം സ്പോൺസർമാരുടെ വിവരങ്ങൾ പുറത്തുവിടും എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. സ്പോൺസർമാരുടെ വിവരങ്ങൾ തേടി നിരവധി വിവരാവകാശ ചോദ്യങ്ങൾ പിന്നീട് ചീഫ് സെക്രട്ടറിക്ക് ലഭിക്കുകയും ചെയ്തു. സ്പോൺസർമാർ ആരാണ് എന്നറിയില്ല എന്ന മറുപടി മാത്രമായിരുന്നു ഇതിന് ചീഫ് സെക്രട്ടറി നൽകിയത്. കേരളീയം 2023 കലാപരിപാടി ആസ്വദിക്കുന്ന മുഖ്യമന്ത്രിയും കുടുംബവും പല വകുപ്പുകളിലേക്കും ചീഫ് സെക്രട്ടറിയുടെ വിവരാവകാശ ചോദ്യം തട്ടിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകൾക്കും ഒറ്റ മറുപടി മാത്രമായിരുന്നു: സ്പോൺസർമാർ ആരാണെന്ന് അറിയില്ല. സ്പോൺസർഷിപ്പിന്റെ ചുക്കാൻ പിടിച്ച നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ എബ്രഹാം റെന്നിനെ മുഖ്യമന്ത്രി കേരളീയം വേദിയിൽ ആദരിക്കുക വരെ ചെയ്തു. സ്പോൺസർമാർ ആരാണെന്ന് അറിയില്ല എന്നായിരുന്നു വിവരാവകാശ ചോദ്യത്തിന് എബ്രഹാം റെൻ പോലും നൽകിയിരിക്കുന്ന മറുപടി. 27 കോടിയായിരുന്നു കേരളീയത്തിന് ഖജനാവിൽ നിന്ന് മുടക്കിയത്. 10 കോടി അധിക ഫണ്ടും നൽകി. മൊത്തം 37 കോടി രൂപ. കേരളീയത്തിന് സർക്കാർ കൊടുത്തതിന്റെ ഇരട്ടിയോളം തുക സ്പോൺസർഷിപ്പ് വഴി സമാഹരിച്ചു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. നവംബർ 8 സമാപിച്ച കേരളീയം പരിപാടിയുടെ സ്പോൺസർമാർ 100 ദിവസം കഴിഞ്ഞിട്ടും അജ്ഞാതരായി തുടരുകയാണ്.